ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രം തകർത്തതായി ഇറാൻ സ്ഥിരീകരിച്ചു. 60-ലധികം ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ എല്ലാം വെച്ചുകൊണ്ടാണ് തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത്. മിസൈൽ പെരുമയ വർഷിച്ചു എന്നുള്ളതാണ്. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും 60 പേർക്ക് പരിക്കേറ്റതായിരിക്കുന്ന വിവരവും ഇസ്രായേലും സ്ഥിരീകരിച്ചു. അത് ഏത് മേഖല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ ഒരു റിപ്പോർട്ട് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു, സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 100 പേരൊക്കെ മരിക്കുന്ന സമയത്താണ് ഒരാൾ മരണപ്പെട്ടു എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേലും അമേരിക്കയൊക്കെ പറയാറുള്ളത്. ഇസ്രായേലിൻ്റെ സൈനിക ആസ്ഥാനം തങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തകർത്തെറിയപ്പെട്ടു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ സെൻട്രൽ മേഖലയിലും വടക്കൻ മേഖലയിലും അതിശക്തമായിരിക്കുന്ന ആക്രമണം 2ാം ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്ന വിവരം അവർ സമ്മതിച്ചു. 27ഓളം അമേരിക്കയുടെ സൈനിക ബേസുകളെയാണ് ഇതുവരെയായിട്ട് ആക്രമിക്കപ്പെട്ടത്. ആ ആക്രമണത്തിൽ 500-ലധികം മിസൈല് വർഷിക്കപ്പെട്ടു എന്നും പറയുന്നു. അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ സർവ്വ മേഖലയിലും, അതായത് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, പിന്നീട് കപ്പൽ, അമേരിക്കയുടെ ഒരു പടുകൂറ്റൻ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അനിയന്ത്രിതമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയ ഇസ്രായേലിൻ്റെ നഗരത്തിൽ തങ്ങൾ പെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അവകാശപ്പെടുന്നു. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചോദ്യത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പ്രതിരോധിക്കാൻ സാധിച്ചാൽ എങ്ങനെയാണ് അവിടെ തീപിടിക്കുക എന്നുള്ളത് ഇറാൻ അതിന് മറുപടിയായിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ട് ഒരു രണ്ട് ബിൽഡിംഗ് അപ്പാടെ തന്നെ തകർന്ന് നിലംപൊത്തി. അതിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തായിരിക്കുന്ന വിവരങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടില്ല. 2 ബിൽഡിങ്ങുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു 1 സെക്കൻഡ് കൊണ്ട് എന്നുള്ളതാണ്. 2 മിസൈൽ അതിൽ പതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ 2-ൽ കൂടുതലുണ്ട് തലങ്ങും വിലങ്ങും ആക്രമണം നടത്തി എന്നും അതിനോടനുബന്ധിച്ച് തന്നെ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണ പരമ്പര തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഒരു വിങ്ങിനെ തന്നെയാണ് ഇറാൻ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ചില ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആദ്യം ഏറ്റവും ശക്തി കുറഞ്ഞ തരത്തിലുള്ള മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തേണ്ടത്. അത് ഏതൊക്കെ രാജ്യത്തിൻ്റെ മേലെയാണ് പോകേണ്ടത് എന്ന് അതിൽ പറയുന്നുണ്ട്. ജോർദാനിലൊക്കെ തട്ടിപ്പോകുന്ന സമയത്ത് ജോർദാനിൽ ഇത് മിസൈലിനെ പ്രതിരോധിക്കുന്ന സംവിധാനമുണ്ട്. അവർ തന്നെ 2 മിസൈൽ പ്രതിരോധിച്ചെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറിയയിൽ എങ്ങനെയാണ്, ഇറാഖിൽ എങ്ങനെയാണ്? അപ്പോൾ ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ്, സിറിയ, ജോർദാൻ, ഈജിപ്ത്, അങ്ങനെയാണ് അത് പോവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏതൊക്കെ രാജ്യങ്ങളുടെ പ്രതിരോധം ഉണ്ടാവുന്നുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് കൊടുത്തിരിക്കുന്ന വിവരത്തിൻ്റെ അകത്ത് പറയുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് ഇപ്പോൾ ജോർദാനിൽ കൂടെ പോകുന്ന സമയത്ത് ഏറെക്കുറെ അവരത് പ്രതിരോധം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പിന്നെ ചെങ്കടൽ വഴി കടൽ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ആക്രമണം എങ്ങനെയാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് തരത്തിലാണോ എങ്ങനെയൊക്കെയാണോ അതിനനുസരിച്ച് കൈവശത്തിലുള്ള ആയുധങ്ങളുടെ, അതായത് മിസൈലിൻ്റെ ശക്തിയും വേഗതയും കൂടുന്ന മിസൈൽ പിന്നീട് 2ാം ഘട്ടത്തിൽ പ്രയോഗിക്കണം. അങ്ങനെ ശത്രുവിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടും അവരുടെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ടും എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുക, ആ തരത്തിൽ നീക്കുപോക്കുകൾ നടത്തണം എന്നുള്ള നിർദ്ദേശം യുദ്ധത്തിന് മുമ്പ് തന്നെ സൈനികർക്ക് നൽകിയിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം സൈനികർ, 3 ലക്ഷം പെർമനൻറ്റ് സൈനികരും 3 ലക്ഷം റിസർവ് സൈനികരുമുള്ള ഏറെക്കുറെ പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക വ്യൂഹങ്ങളുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രത്യേക വിഭാഗം, അതായത് ഷിയ എന്ന് പറയുന്ന വിഭാഗം അതൊരു മതസംഘമാണ്. ആ മതസംഘത്തിൻ്റെ പിന്നാലെയാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് എന്നതിനാൽ മതവുമായിട്ട് അതിന് വലിയ അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. അതുകൊണ്ട് യുദ്ധമുഖത്തുനിന്ന് പിന്മാറുക, അല്ലെങ്കിൽ കാല് മാറുക, മറ്റുള്ളവർക്ക് ഒറ്റുകൊടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന സംഭവമാണ്. അത്തരം ആളുകളെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവും കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതി ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് സമയം ഗ്യാപ്പ്. അതിൻ്റെ ഇടയിൽ, അതായത് 36-ാം മിനിറ്റ് മുതൽ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ട് കാണുന്നത്. ചില റിപ്പോർട്ട് 1 മണിക്കൂറോട് കൂടി തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ആക്രമണത്തിൽ
രൂപത്തിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 4ാമത്തെ ദിവസം എന്ന് പറയുന്നുണ്ട്, ചില റിപ്പോർട്ടിനകത്ത് 3ാമത്തെ ദിവസം എന്ന് പറയുന്നുണ്ട്, തിരിച്ചടിക്ക് വേണ്ടിയിട്ട് സന്നദ്ധമാവാൻ വേണ്ടിയിട്ട് ഇറാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം. എന്തുകൊണ്ട് ഇത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല. ഇത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇതേക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഒരു തന്ത്രങ്ങൾ മെനയുകയും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ആയുധങ്ങൾ ഡിവൈഡ് ചെയ്യുകയും സൈനികരെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100,000-ലധികം സൈനികർ യൂണിഫോം ഇല്ലാതെ ഇപ്പോഴും ഇറാൻ്റെ തെരുവോരങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അറിയില്ല, CID മോഡലാണത്, അത് അവർക്ക് അറിയില്ല എന്താണ് സംഭവം. രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ അപ്പപ്പോൾ കൃത്യതയോടുകൂടി എത്തിക്കുക എന്നുള്ളതും ഏറെക്കുറെ ജനങ്ങൾക്കിടയിലാകുന്ന സമയത്ത് ഈ മൊസാദ് വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ സൈനികർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി. അതവർ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ മൊസാദ് സംഘത്തിൽപ്പെട്ട 4 അതിൽ കൂടുതലോ ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാകും. കാര്യം ഈ 1,00,000 സൈനികർ തെരുവിലുണ്ട്, ആളുകൾക്കിടയിലുണ്ട്, അവരുടേതായിരിക്കുന്ന യൂണിഫോം ധരിച്ചുകൊണ്ട്, അതായത് സാധാരണ ഇതിൽ മഫ്റ്റി ധരിച്ചുകൊണ്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ആരെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ വിഭാഗം കൂട്ടുന്ന സമയത്ത് 7 ലക്ഷത്തോളമായി. അപ്പോൾ ഈ സൈനികർ അപ്പാടെ തന്നെ മാറി നിൽക്കാതെ വലിയ പ്രയാസമാണ്. കാര്യം എന്താ പറയുക, ഒരു യുദ്ധം വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇറാൻ പഠിച്ചിട്ടുണ്ട്. അത് ഇറാഖ് അമേരിക്കൻ യുദ്ധമാണ്. ഇറാഖ് അമേരിക്കൻ യുദ്ധത്തിൻ്റെ ഒരു തുടർ ചലനങ്ങൾ ഇറാൻ്റെ അകത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള സൈനിക ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള. സദ്ദാം ഹുസൈൻ വീണതോടുകൂടി അവിടുത്തെ രാജ്യം നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സദ്ദാമിനെ ആശ്രയിച്ചുകൊണ്ട് സദ്ദാമിലേക്കാണ് എല്ലാ സംവിധാന കാര്യങ്ങളും ചേർന്ന് നിൽക്കുന്നത്. മിസൈലിന് വേണ്ടിയിട്ട് മിസൈൽ ഉപയോഗിക്കണമെങ്കിൽ സദ്ദാമിൻ്റെ അനുമതി വേണം. അത്ര പീരങ്കി പോലെയുള്ള അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ സദ്ദാമിൻ്റെ സമ്മതം വേണം. സൈനിക ഈ റാങ്കിലുള്ള ആർക്ക്, ഉന്നത റാങ്കിലുള്ളവർക്ക് നിർദ്ദേശം നൽകണമെങ്കിൽ ഈ സദ്ദാം ഹുസൈൻ്റെ അനുവാദം വേണം. സദ്ദാം ഹുസൈനെ പിടിക്കപ്പെട്ടാലോ ഇതാര് നിർദ്ദേശം നൽകും? അപ്പോൾ അയാൾ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കണം. അയാൾ ഇറങ്ങുന്നില്ലെങ്കിലോ? അപ്പോൾ നേതൃത്വ നിര പൊളിഞ്ഞു. അതോടുകൂടി യുദ്ധം പരാജയപ്പെട്ടു. എവിടെ നടന്നത്? ഇറാഖിൽ നടന്നത്. ബസ്ര എന്ന് പറയുന്ന പ്രദേശം അമേരിക്ക കീഴ്പ്പെടുത്തിയതിന് ശേഷം ബാഗ്ദാദിൽ മഹായുദ്ധം പ്രതീക്ഷിച്ചു. അത്രയൊന്നും യുദ്ധം ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ അമേരിക്ക പറഞ്ഞ് ലോകം അത് വിശ്വസിച്ചിട്ടില്ല. ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല, ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് അമേരിക്കയുടെ സൈനികർക്ക് വരവേൽപ്പ് നൽകുന്ന രീതിയിലുള്ള ഈ സംഭവങ്ങളാണ് അവിടെ നടന്നതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് ബസ്രയിൽ യുദ്ധം നടന്നു, ബാഗ്ദാദിൽ നടന്നില്ല. യുദ്ധം നടക്കേണ്ട എവിടെയാണ്? ബാഗ്ദാദിലാണ്. എന്താ അവിടെ നടന്ന സംഭവം? നേതൃത്വ നിര ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിയപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികർ തയ്യാറാണെങ്കിലും നേതൃത്വം നൽകാൻ ആളില്ലാതെ വന്നു. ഇത് ഇറാൻ പഠിച്ച പാടാണ്. ഇപ്പോൾ നോക്കൂ, ഖംനായി വധിക്കപ്പെട്ടു എന്ന് ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും അവിടെ യുദ്ധം നിന്നിട്ടില്ലല്ലോ. അതിശക്തമായിരിക്കുന്ന യുദ്ധം നമ്മൾ ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ്? നേതൃത്വത്തെ വിഭജിക്കപ്പെട്ടു. ഖംനായുടെയോ ബന്ധപ്പെട്ട ഇറാൻ്റെ പ്രസിഡന്റെയോ അനുവാദമില്ലാതെ സൈനിക കമാൻഡർക്കോ ആ കമാൻഡറെ കാണുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് താഴെയുള്ളവർക്കോ അയാളെ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളവർക്കോ എന്ന് വെച്ചാൽ കൊല്ലപ്പെട്ടു പോവുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമായി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി പറ്റും. അത് ആക്രമ പരമ്പരയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചർച്ചകൾ ഇറാൻ്റെ ഭാഗത്ത് വരുന്നുണ്ടോ? ഇല്ല. അതേക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം യുദ്ധം ചെയ്യുന്നതിൻ്റെ പണി യുദ്ധം ചെയ്യലാണ്. അതുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്, പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു തരത്തിലും നടക്കാത്തൊരു കാര്യമാണ്. അതിന് ഈ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളെ തലങ്ങും വിലങ്ങും അറേബ്യൻ രാജ്യങ്ങളുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവിടെ നേതൃത്വം എത്രത്തോളം ഉന്നത സ്ഥാനത്ത്, നമ്മളൊക്കെ കേൾക്കുന്ന പേരുകൾ, ഇറാൻ്റെ പ്രസിഡന്റ്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, അവിടുത്തെ സുപ്രീം ലീഡർ, ഇത് ഓരോന്നിൻ്റെ പേര് ഞങ്ങൾ കേൾക്കുന്നതാണ്. അബ്ബാസ് അറാജിയുടെ പേരൊക്കെ എത്രയോ പ്രാവശ്യം കേൾക്കുന്നുണ്ട്. എല്ലാ ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇല്ലാതായാലും ഒരു പ്രശ്നമില്ല, അടുത്ത ആൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്ന രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു തന്ത്രമാണ് ഇറാനിൽ നടത്തുന്നത്. ആ തന്ത്രത്തെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിലവിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.